Hello my dears. Today we are starting new chapter. Chapter 2, linear equations in one variable. Linear equations in one variable. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണ് ഉള്ളതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ഒരു വാക്ക് അല്ലെ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. Algebraic expression, then equations, then linear equations, variables and constants, solution of an equation, then how to find the solution. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, നമുക്ക് എന്താണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള ടേംസിലേക്കൊക്കെ വരുന്നത്. What is an algebraic expression? Okay, algebraic expression എന്ന് പറഞ്ഞാൽ an expression having variables and constants. അതായത് ഒരു എക്സ്പ്രഷനിൽ വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ്. വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഏത് ലെറ്റർ വേണമെങ്കിലും നമുക്ക് വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കാം. എ ബി സി ഡി നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ലെറ്റർ എക്സ് എന്ന് പറയുന്നതാണ് നമ്മൾ വേരിയബിൾ ആയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ലെറ്റർ വേണമെങ്കിലും ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ ഏത് ലെറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കാം. ദെൻ കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതൊരു നമ്പർ ആകാം. 1 2 3 നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ, അത് കോൺസ്റ്റന്റ് ആണ്. അപ്പം വേരിയബിൾസും കോൺസ്റ്റന്റ്സും കൂടെ ചേരുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ക്ലിയർ ആയ? ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണ്? An expression having variables and constants. വേരിയബിൾസ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റന്റ്സും ചേരുമ്പോഴാണ് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആകുന്നത്. ഓക്കെ, ഇനി or it is a combination of the two connected by some mathematical operations like addition, subtraction, multiplication and division. നമുക്കറിയാം, നമുക്ക് 4 ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അപ്പം ഈ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേരിയബിൾസിന്റെ ഇടയിൽ നമുക്ക് ഓപ്പറേഷൻസ് ആയ ചിലപ്പം അഡീഷൻ ഉണ്ടാവാം, സബ്ട്രാക്ഷൻ ഉണ്ടാകാം, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിവിഷൻ ഉണ്ടാകാം. അപ്പം ഇങ്ങനെ രണ്ട് കണക്ട് ചെയ്തിരിക്കുന്ന കോമ്പിനേഷൻ ഓഫ് ദ ടു കണക്റ്റഡ്, അതായത് നമ്മൾ എടുക്കുന്ന വേരിയബിൾസിന്റെയും കോൺസ്റ്റന്റിന്റെയും ഇടയിൽ എന്തെങ്കിലും ഓപ്പറേഷൻ ഉണ്ട്, അതായത് പ്ലസ്, മൈനസ്, ഇൻറ്റു ഓർ ഡിവിഷൻ, ഈ ഓപ്പറേഷൻസും കൂടെ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ? ദെൻ നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് 3x എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. കാരണം ഇതിനകത്ത് വേരിയബിൾ ഉണ്ട് എക്സ്. 3 എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ 3x ദാറ്റ് ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഓക്കെ, ഇനി നമുക്ക് 2y + 6. 2y + 6 നോക്കിക്കേ, ഇതിന്റെ കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഓപ്പറേഷൻ വന്നിട്ടുണ്ട്, പ്ലസ് സൈൻ അല്ലെ? സോ ദിസ് ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഇങ്ങനെ എഴുതാം, p/2. p/2 ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇതിനെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഡിവിഷൻ വന്നിരിക്കുന്നു അല്ലെ? ദിസ് ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. നമുക്ക് ഇങ്ങനെ എഴുതാം, 3p + q/7. ദിസ് ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇതിനകത്ത് വേരിയബിൾസ് ഉണ്ട്, കോൺസ്റ്റന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഓപ്പറേഷനും അതിനകത്ത് വന്നിട്ടുണ്ട്, ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ അല്ലെ? അപ്പം ഇത് എല്ലാം ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. അപ്പം ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്ന് പഠിച്ചിരിക്കണം. ഇറ്റ് ഈസ് ആൻ എക്സ്പ്രഷൻ ഹാവിംഗ് വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റന്റ്സ്. വേരിയബിൾസും കോൺസ്റ്റന്റ്സും കൂടെ വരുന്നതാണ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ two connected of some mathematical operations like addition, subtraction, multiplication and division. അതായത് ഈ വേരിയബിൾസിനും കോൺസ്റ്റന്റിന്റെ ഒപ്പം നമ്മുടെ 4 ഓപ്പറേഷൻസിൽ ഏതെങ്കിലും വന്ന് കണക്ട് ചെയ്തു, അതും ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. ക്ലിയർ ആയാലും ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്നുള്ളത്? അപ്പൊ വേരിയബിൾസ് ഉണ്ടാകും. വേരിയബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക. ഇപ്പൊ ഞാനിവിടെ ഈ എക്സാമ്പിൾ ആദ്യം ഞാൻ എക്സ് എടുത്തു, പിന്നെ ഞാൻ y ആണ് എന്റെ വേരിയബിൾ എടുത്തിരിക്കുന്നത്, പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന പി ആണ്.
ഇവിടെ ഞാൻ പിയും ക്യൂവും വേരിയബിൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൽഫബറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം ഈ ഇതിനായിട്ട് വേരിയബിൾസ് ആയിട്ട്. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന ടേംസ്, അടുത്ത ടോപ്പിക്കാണ് ടേംസ്. എന്താണ് ടേം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷനകത്ത് നമുക്ക് ടേംസ് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കൺസിസ്റ്റ് ഓഫ് ടേംസ്. അതായത് ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ടേംസ് ഉണ്ട്. ആൻഡ് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കൺസിസ്റ്റ് ഓഫ് ടേംസ്. ഓക്കെ, ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ടേം എന്താന്ന് നോക്കാം. ഇപ്പൊ ഞാനൊരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എടുക്കുകയാണ്. 6x² പ്ലസ് 7x പ്ലസ് 9. ദിസ് ഈസ് ആൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെ. ഇതിനകത്ത് വേരിയബിൾസ് ഉണ്ട്, അതുപോലെ തന്നെ കണക്ട് ചെയ്തും പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതൊരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. ഇതിനകത്ത് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 6x² എന്ന് പറയുന്ന ഒരു ടേം ആണ്. അതുപോലെ 7x ദാറ്റ് ഈസ് എ ടേം, 9 ഈസ് എ ടേം. അതായത് നമുക്ക് ഇപ്പൊ തന്നിരിക്കുന്ന ഈ എക്സാമ്പിളിൽ നമുക്ക് 3 ടേംസ് കാണാൻ പറ്റും. ഏതൊക്കെയാണ് പറഞ്ഞു നോക്കിയാൽ ഏതൊക്കെയാണ്? 6x² എന്ന് പറയുന്നത് ടേം ആണ്, then 7x എന്ന് പറയുന്നത് ടേം ആണ്, 9 എന്ന് പറയുന്നതും ടേം ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് 3 ടേംസ് ആണ് കാണുന്നത്. ഓക്കെ, അപ്പൊ അതായത് കണക്ട് ചെയ്യുന്ന ഓരോന്നും ഓരോ ടേം ആണ്. ഓക്കെ, then മൈനസ് സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയാൽ -7x plus 5. Okay, -7x plus 5. It is an algebraic expression. Okay, ഇവിടെ ഏതൊക്കെയാണ് ടേംസ് വരിക? ഏതൊക്കെയാണ് ഈ ഒരു പ്രോബ്ലത്തില് ടേംസ്? നമുക്ക് ഏതൊക്കെ എഴുതാം? Yes, -7x that is a term. Then 5 is also a term. അപ്പൊ നമ്മുടെ സെക്കൻഡ് എക്സാമ്പിളിൽ നമുക്ക് എത്ര ടേംസ് കാണാൻ പറ്റും? യെസ്, നമുക്ക് 2 ടേംസ് ആണ് ഉള്ളത് അല്ലെ. ഇത് ഓരോന്നും ടേം ആണ്. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതിയിരിക്കുന്ന ഓരോന്നും ടേം ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ടേം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കൺസിസ്റ്റ് ഓഫ് ടേംസ്. അതായത് ഓൾജിബ്രൈക് എക്സ്പ്രഷനകത്ത് നമുക്ക് ടേംസ് ഉണ്ട്, ഓരോന്നും ഓരോ ടേം ആണ്. ഇത് ഫസ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ നമുക്ക് 3 ടേം ഉണ്ട്. 6x² ഒരു ടേം ആണ്, 7x ടേം ആണ്, 9 ഒരു ടേം ആണ്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കിക്കേ, ഇവിടെ ഒരു -7 ഉണ്ട്. ആ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമ്മൾ അതും കൂടി എടുത്തുകൊണ്ട് പോരണം. -7x എന്ന് പറയുന്ന ഒരു ടേം ആണ്, 5 എന്ന് പറയുന്നതും ഒരു ടേം ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ടേം എന്താണെന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫാക്ടർ എന്താണെന്ന്. നമുക്ക് ഫാക്ടർ നിങ്ങൾക്കറിയാം, നിങ്ങൾ പ്രൈം ഫാക്ടറൈസേഷൻ ഒരു നമ്പറിന്റെ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാണ് നമ്മുടെ ഈ ഓൾജിബ്രയിലും ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എടുക്കുകയാണ്. 6x² എന്ന് പറയുന്ന ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ് അല്ലെ. നിങ്ങളിപ്പോ 6ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കറിയാം. നിങ്ങൾ ഇവിടെ മാറി 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 കൊണ്ട് ചെയ്തു, 1 അല്ലെ. അപ്പൊ ഇവിടെ 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2 × 3 ആണ് 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അത് തന്നെയാണ് ഇവിടെ സെയിം. 6ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 × 3 എന്ന് എഴുതാം അല്ലെ. അതിന്റെ കൂടെ നമുക്കൊരു x² കിടപ്പുണ്ട് അല്ലെ. x² നോക്കിക്കേ, ഈ x² എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? x² എന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം x അല്ലെ. അതായത് x × x ആണ് x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഇതിന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും x × x. ഓക്കെ, ഇതാണ് ഫാക്ടർ എന്ന് പറയുന്നത്. നമ്മൾ മറ്റേ ചെറിയ ക്ലാസ്സിൽ ഫാക്ടേഴ്സ് പഠിച്ച അത് തന്നെ സെയിം ആണ്. നമ്പർ ആയ 6ന്റെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2 × 3 ആണ്. x² ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ x × x ആണ്. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. 12x²y ആണ് സെക്കൻഡ് എക്സാമ്പിൾ തന്നേക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നമ്മുടെ 12ന്റെ ഫാക്ടേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. 12നെ നമുക്ക് ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 6 2s are 12. Again we have to divide with 2. 3 2s are 6. Again we have to divide with 3. Okay, then we got the last step 1. Okay, so 12ന്റെ ഫാക്ടേഴ്സ് നമുക്ക് എഴുതാം 2 × 2 × 3 ആണ് അല്ലെ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 12 എന്ന് പറയുന്ന നമ്പറിന്റെ ഫാക്ടേഴ്സ് എഴുതി 2 × 2 × 2. ഇതാ
സോറി 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഇതാണ് 12ന്റെ ഫാക്ടേഴ്സ്. ഓക്കെ, 12ന് നമുക്ക് 3 ഫാക്ടേഴ്സ് ഉണ്ട്. 2 ഇൻറ്റു 2 ഇൻറ്റു 3. ഇനി എക്സ് സ്ക്വയർ ഞാൻ മുമ്പേ പറഞ്ഞു, എക്സും ആണ് എക്സ് സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് അല്ലെ. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് ആണ്. ഇനി വൈ ഉണ്ട്, വൈയുടെ ഫാക്ടർ വൈ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 3 എക്സ് വൈ. ഇത്രയുമാണ് ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഫോർ എക്സാമ്പിൾ നെക്സ്റ്റ് നോക്കിയേ, പി സ്ക്വയർ ക്യൂ റൈസ് ടു 4. ഇതാണ് നമ്മളോട് അടുത്ത ചോദിച്ചേക്കുന്നത്. ഇതിന്റെ ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പി സ്ക്വയർ എന്ന് പറഞ്ഞാൽ പി സ്ക്വയറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? യെസ്, പി ഇൻറ്റു പി ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിനെ പി ഇൻറ്റു പി എന്ന് എഴുതാം. പിന്നെ ക്യൂ റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ക്യൂ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്? യെസ്, 4 ടൈംസ് അല്ലെ. അപ്പൊ ഈ ക്യൂ റൈസ് ടു 4ന് നമുക്ക് 4 ക്യൂ ഉണ്ടാവും. ക്യൂ 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 ക്യൂ. അതായത് ക്യൂ റൈസ് ടു 4 എന്ന് പറഞ്ഞാല് ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ. ഇതാണ് ക്യൂ റൈസ് ടു 4. അതായത് ക്യൂ 4 പ്രാവശ്യം എഴുതുന്നതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതാണ് ക്യൂ റൈസ് ടു 4 എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ നമ്മൾ ഇതിനെ ക്യൂ റൈസ് ടു 4ന്റെ ഫാക്ടേഴ്സ് ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ ഇൻറ്റു ക്യൂ ആണ്. ഓക്കെ, ഇതാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ടേംസ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടർ. അതായത് നമുക്ക് തരുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ ടേം ഉണ്ട്. ഈ ഓരോ ടേമും ഓരോന്നിന്റെയും ഫാക്ടേഴ്സ് ആണ് അല്ലെ. ഇപ്പൊ ഈ 6x² എന്ന് പറയുന്ന ടേമിന്റെ ഫാക്ടർ ആണ് 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ്. ഈ ഫാക്ടേഴ്സ് ചേരുമ്പോഴാണ് നമുക്കൊരു ടേം കിട്ടുക അല്ലെ. സോ ടേംസ് ആർ ദ പ്രോഡക്റ്റ് ഓഫ് ഫാക്ടേഴ്സ്. ടേംസ് ഈ ഫാക്ടേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മുടെ ടേംസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ടേം എന്താന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കോഎഫിഷ്യന്റ് ഇസ് ദി ന്യൂമറിക്കൽ ടേം. അതായത് ഒരു ടേമിലെ ന്യൂമറിക്കൽ വാല്യൂ, അതായത് നമ്പർ. ഈ ന്യൂമറിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ നമ്പർ ആണ് അല്ലെ. അത് ആണ് നമ്മുടെ കോഎഫിഷ്യന്റ്. അതായത് നമ്മുടെ ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ വേരിയബിളിന്റെ കൂടെ നിൽക്കുന്ന നമ്പറിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ നമ്മളുടെ വേരിയബിളിന്റെ കൂടെ നിൽക്കുന്ന നമ്പർ, ആ നമ്പർ ആണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10y. ഓക്കെ, ഈ 10y എന്ന് പറയുന്നത് ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. നമ്മളിപ്പോ കണ്ടു 10y എന്ന് പറയുന്നത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. ഇതിനകത്തെ കോഎഫിഷ്യന്റ് ആരാണെന്ന് നോക്കിക്കേ. ഈ y എന്ന് പറയുന്ന വേരിയബിളിന്റെ കൂടെ കിടക്കുന്ന നമ്പർ ആരാണ്? യെസ്, 10 ആണ് അല്ലെ. അപ്പൊ ഇവിടെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാല് 10 ആണ്. കാരണം വേരിയബിളിന്റെ കൂടെ കിടക്കുന്ന നമ്പർ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ടേം ആണ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ y ആണ് നമ്മുടെ വേരിയബിൾ, അതിന്റെ കോഎഫിഷ്യന്റ് 10 ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് 5p² + 7p എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ കോഎഫിഷ്യന്റ്, ഇവിടെ നമുക്ക് 2 ടേം ഉണ്ട് അല്ലെ. 2 ടേം നമുക്ക് ഇവിടെ ഉണ്ട്. ഇവിടെ കോഎഫിഷ്യന്റ് അതായത് 5p², അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇവിടെ നമ്മുടെ വേരിയബിൾ എന്ന് പറഞ്ഞാൽ p ആണ് അല്ലെ. p² കൂടെ നിൽക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. സോ ദ കോഎഫിഷ്യന്റ് ഈസ് 5. ഓക്കെ, അടുത്ത ടേം 7p ആണ് അല്ലെ. 7p യുടെ കോഎഫിഷ്യന്റ് ആരാണ്? യെസ്, 7 ആണ് ഇതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് എന്താന്ന് മനസ്സിലായല്ലോ? അതായത് നമ്മുടെ വേരിയബിളിന്റെ കൂടെ നിൽക്കുന്ന നമ്പറിനെയാണ് നമ്മൾ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് അല്ലെ. ഇതിന്റെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? വെറുതെ എക്സ് കിടന്നാൽ അതിന്റെ മുൻപിൽ ആര് കാണും? യെസ്, അതിന്റെ മുമ്പില് 1 കാണും. അതായത് 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. അപ്പൊ നമുക്ക് വെറുതെ ഒരു വേരിയബിൾ മാത്രം കിടന്നാൽ അവിടെ കോഎഫിഷ്യന്റ് ആരുണ്ട്? അവിടുത്തെ കോഎഫിഷ്യന്റ് ആരാണ്? യെസ്, 1 ആണ് അവിടുത്തെ കോഎഫിഷ്യന്റ്. ആ ഒരു കാര്യം ഓർത്തോണം. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് y². y²ന്റെ കോഎഫിഷ്യന്റ് ആരാണ്?
യെസ് 1 ആണ് y സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്. കാരണം ഇതിന്റെ മുമ്പിൽ ഒരു 1 ഉണ്ട്. 1 ഇൻറ്റു y സ്ക്വയർ എന്ന് പറഞ്ഞാൽ y സ്ക്വയർ തന്നെയാണ് അല്ലെ. അപ്പൊ നമുക്ക് വേരിയബിൾ തന്നെയാണ്, കോഎഫിഷ്യന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോണം അവിടെ 1 എന്ന് പറയുന്നതാണ് കോഎഫിഷ്യന്റ്. ഓക്കെ, ഇപ്പം z⁻³ അതിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? യെസ് 1 ആണ് അതിന്റെ കോഎഫിഷ്യന്റ് അല്ലെ. അതായത് ഇതിന്റെ മുൻപിൽ ഒരു 1 ഇൻറ്റു z³ ഉണ്ട്. അത് അവർ എഴുതാത്താണ് 1, കാരണം വെറുതെ കടന്നു കഴിഞ്ഞാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ 1 എന്ന് പറയുന്ന നമ്പർ ഉണ്ടാകും. അപ്പൊ ഇവിടെ ഇതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അതല്ലാണ്ട് ഇവിടെ ന്യൂമറിക്കൽ വാല്യൂ ഇല്ല എന്ന് പറഞ്ഞ് 0 എന്ന് വിട്ട് വെച്ചേക്കരുത്. വെറുതെ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അതിന്റെ മുൻപിൽ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ക്ലിയർ ആയല്ലോ കോഎഫിഷ്യന്റ് എന്താണെന്നുള്ള കാര്യം? ഓക്കെ, നെക്സ്റ്റ് ടേം നമ്മൾ പഠിക്കുന്നത് മോണോമിയൽ. വാട്ട് ഈസ് മോണോമിയൽ? മോണോമിയൽ എന്താന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ഓൾജിബ്രായിക് എക്സ്പ്രഷനിൽ ഒരു ടേം ആണ് ഉള്ളതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് മോണോമിയൽ. An algebraic expression consists of one term is called monomial. Okay, an algebraic expression having ഒരു algebraic expression an algebraic expression having only one term, ഒരു ടേമേ ഉള്ളെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് monomial. An algebraic expression having only one term is called monomial. എക്സാമ്പിൾ പറയാമോ മോണോമിയലിന്? അതായത് ഒരു ടേം മാത്രമുള്ള ഒരു algebraic എക്സ്പ്രഷൻ ഏതായിരിക്കും? യെസ് -5y. ദിസ് ഈസ് a monomial. കാരണം ഇവിടെ ഒരു ഒറ്റ ടേമേ ഉള്ളൂ അല്ലെ. അതായത് പ്ലസോ മൈനസോ ആയിട്ട് വേറെ കണ്ടിന്യൂഷൻ ആയിട്ട് കണക്ട് ചെയ്തൊന്നുമില്ല. ഇവിടെ നമുക്ക് ഒരു ടേമേ ഉള്ളൂ. ദിസ് ഈസ് മോണോമിയൽ. ദെൻ 7p. ഇറ്റ് ഈസ് എ മോണോമിയൽ. കാരണം ഇവിടെ ഒരു ടേമേ ഉള്ളൂ. ഓക്കെ, ഇനി 4x/5. ദിസ് ഈസ് മോണോമിയൽ. കാരണം ഇവിടെയും ഒരൊറ്റ ടേമേ ഉള്ളൂ. ബൈ 5 കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇത് ഒരു ടേമേ ഉള്ളൂ. ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒന്നും പോണില്ല. സോ ദിസ് ഈസ് എ മോണോമിയൽ. ഓക്കെ, ദെൻ -6x². ദിസ് ഈസ് മോണോമിയൽ. കാരണം ഇവിടെയും ഒരു ടേം മാത്രമേ ഉള്ളൂ. സോ an algebraic expression having only one term is called monomial. ഒരു ടേം മാത്രമുള്ള algebraic എക്സ്പ്രഷനെ വിളിക്കുന്ന പേരാണ് മോണോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈനോമിയൽ ആണ്. എന്തായിരിക്കും ബൈനോമിയൽ? മോണോമിയൽ എന്ന് പറഞ്ഞാൽ വൺ ടേം ആണ് എങ്കിൽ ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Yes, an algebraic expression consists of two term. രണ്ട് ടേം. നമുക്ക് ഈ വാക്കിൽ നിന്ന് തന്നെ പറയാം ബൈനോമിയൽ. ബൈ അതായത് ടു, അതായത് an algebraic expression having two terms are called binomial. Okay, അപ്പം രണ്ട് ടേം ഉള്ളത് an algebraic expression having two term. രണ്ട് ടേം ഉള്ള algebraic എക്സ്പ്രഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനോമിയൽ. നിങ്ങൾ തന്നെ എക്സാമ്പിൾ പറയാമോ? നോക്കിക്കേ, ഒരു ബൈനോമിയലിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. യെസ് 3x + 2y. ദിസ് ഈസ് മോണോമിയൽ. കാരണം ഇവിടെ രണ്ട് ടേം ഉണ്ട്. 3x എന്ന് പറയുന്ന ഒരു ടേം ആണ്, 2y എന്ന് പറയുന്നത് അടുത്ത ടേം ആണ് അല്ലെ. ഇവിടെ നമുക്ക് രണ്ട് ടേം ഉണ്ട്. സോ വി ഹാവ് ടു കോൾ ഇറ്റ് ആസ് ബൈനോമിയൽ. ഓക്കെ, -2p⁴ + 5r⁶. ദിസ് ഈസ് ബൈനോമിയൽ. കാരണം ഇവിടെയും രണ്ട് ടേം ഉണ്ട്, അതുകൊണ്ട് ഇത് ബൈനോമിയൽ ആണ്. ഓക്കെ, then 5p - 3q. This is binomial. Yes, this is also a binomial. കാരണം ഇവിടെയും നമുക്ക് രണ്ട് ടേം ആണുള്ളത്. So we have to call it as binomial. Okay, next നമ്മൾ പഠിക്കുന്നതാണ് ട്രൈനോമിയൽ. എന്താണ്? ആ പേരിൽ തന്നെയുണ്ട്. എന്തായിരിക്കും ട്രൈനോമിയലിന്റെ ഡെഫിനിഷൻ? Yes, an algebraic expression consists of three terms. അതായത് മൂന്ന് ടേം ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ട്രൈനോമിയൽ എന്ന് വിളിക്കാം. An algebraic
expression on algebraic expression. An algebraic expression consists of three terms. അതായത് 3 ടേം വരുവാണെങ്കിൽ നമുക്കതിനെ ട്രൈനോമിയൽ ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലെ, ട്രൈനോമിയൽ എന്ന് വിളിക്കാൻ പറ്റും. അപ്പൊ മോണോമിയൽ എന്ന് പറഞ്ഞാൽ an algebraic expression having one term. ബൈനോമിയൽ എന്ന് പറഞ്ഞാൽ an algebraic expression consists of 2 terms. ട്രൈനോമിയൽ എന്ന് പറഞ്ഞാൽ an algebraic expression consists of 3 terms. ഓക്കെ, അപ്പൊ നമ്മള് മോണോമിയൽ എന്താണ്, ബൈനോമിയൽ എന്താണ്, ട്രൈനോമിയൽ എന്താന്ന് പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നതാണ് പോളിനോമിയൽ. വാട്ട് ഈസ് എ പോളിനോമിയൽ? എന്താണ് പോളിനോമിയൽ എന്ന് ഓർക്കുന്നുണ്ടോ? Yes, an algebraic expression having one or more term. ഒന്നോ അതിൽ കൂടുതലോ ടേംസ് ഉള്ളതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളിനോമിയൽ. An algebraic expression consists of one or more terms. ഒന്നിൽ കൂടുതലോ ടേംസ് വന്നു കഴിഞ്ഞാൽ അത് ആരായി? പോളിനോമിയലായി. അപ്പൊ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ടേംസ് വരുന്ന ഏതിനെയും പോളിനോമിയൽ എന്ന് വിളിക്കാം. പക്ഷെ നമ്മൾക്ക് 1നും 2നും 3ക്കും പ്രത്യേകം പേരുകളുണ്ട് അല്ലെ. 1 ആണെങ്കിൽ മോണോമിയൽ, 2 ആണെങ്കിൽ ബൈനോമിയൽ, 3 ആണെങ്കിൽ ട്രൈനോമിയൽ അല്ലെ. അപ്പൊ പോളിനോമിയൽ ഇപ്പൊ 3ൽ കൂടുതൽ ഏത് വന്നാലും നമുക്കതിനെ പോളിനോമിയൽ എന്ന് പേര് വിളിക്കാം. പക്ഷെ ഇതെല്ലാം ആദ്യം തന്നെയാണ് പോളിനോമിയൽ തന്നെയാണ്. മോണോമിയലും ബൈനോമിയലും ട്രൈനോമിയലും എല്ലാവരും ഈ പോളിനോമിയലിനകത്ത് പെടും. പക്ഷെ നമുക്ക് ഓരോന്നിനും ഓരോ ടൈം തന്നിട്ടുണ്ടെങ്കിലും ഇവരെല്ലാവരും ഈ പോളിനോമിയലിനകത്ത് വരും. അപ്പൊ നമുക്ക് പോളിനോമിയലിന് ഒരു എക്സാമ്പിള് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. അപ്പൊ ഞാൻ എഴുതുകയാണ് 3q + 5r - 3pqr + 12s. ഇതെന്ന് പറയുന്ന ഒരു പോളിനോമിയലാണ്. കാരണം നോക്കി ഇവിടെ എത്ര ടേം ഉണ്ട്? 1 2 3 4 ടേംസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഒന്നിൽ കൂടുതൽ ടേംസ് വരുന്നതെല്ലാം പോളിനോമിയലാണ്. 3 വരെയുള്ളതിന് നമുക്ക് സ്പെഷ്യൽ നെയിംസ് ഉണ്ട്. അത് കഴിഞ്ഞ് വരുന്നതെല്ലാം നമുക്ക് പോളിനോമിയൽ എന്ന് പേര് വിളിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എഴുതിക്കോ. -2x² + 5y - 3xz + 9z² + 4xyz. This is a polynomial. കാരണം ഇതിനകത്ത് ഒരുപാട് ടേംസ് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്കിതിനെ പോളിനോമിയൽ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച മോണോമിയൽ, ഒരു ടേം ഉള്ളത് മോണോമിയൽ, 2 ടേംസ് ഉള്ളത് ബൈനോമിയൽ, 3 ടേംസ് ഉള്ളത് ട്രൈനോമിയൽ. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ 1 or more terms, ഒന്നിൽ കൂടുതൽ ടേംസ് ഉള്ളതിനെ എല്ലാം നമ്മൾ പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ. എന്താണ് ഒരു പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ദ ഹൈയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ ഈസ് കോൾഡ് ഡിഗ്രി. അതായത് നമുക്ക് തരുന്ന വേരിയബിളിന്റെ ഏറ്റവും ഹൈയസ്റ്റ് പവർ എന്ന് പറഞ്ഞ ടീച്ചർ എക്സാമ്പിൾ വെച്ച് കാണിച്ചു തരാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം 3x + 1 എന്ന് പറയുന്ന ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ പോളിനോമിയലിന്റെ വേരിയബിൾ ആരാണ്? യെസ്, എക്സ് ആണ് ഇതിന്റെ വേരിയബിൾ അല്ലെ. എക്സിന്റെ പവർ എന്ന് പറയുന്നത്, എക്സ് വെറുതെ കിടന്ന അതിന്റെ മുകളിൽ 1 ഉണ്ട്. അപ്പൊ എക്സിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ. അപ്പം ഈ പോളിനോമിയലിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും ഡിഗ്രി 1 ആണ്. ഈ പോളിനോമിയലിന്റെ ഡിഗ്രി 1 ആണ്. ഓക്കെ, ഇനി 3x² + 7. നോക്കിക്കേ, ഇവിടെ വേരിയബിളിന്റെ പവർ എത്രയാണ്? യെസ്, ഇവിടെ വേരിയബിളിന്റെ പവർ 2 ആണ്. ഈ കിടക്കുന്നതാണ് പവർ എന്ന് പറയുന്നത്. എക്സിന്റെ മുകളിൽ റേസ് 2 ആയിട്ട് കിടക്കുന്നതാണ് പവർ എന്ന് പറയുന്നത്. ഈ ഒരു പോളിനോമിയലിന് ഇതിന്റെ ഡിഗ്രി എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഡിഗ്രി എന്താണെന്നുള്ളത്? ഹൈയസ്റ്റ് പവർ. then 5p⁵5 + 7. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? യെസ്, 5 ആണ് ഇതിന്റെ ഡിഗ്രി അല്ലെ. ഇനി 6x⁻10. ഇതിന്റെ ഡിഗ്രി എത്രയാണ്? യെസ്, 10 ആണ് ഇതിന്റെ ഡിഗ്രി അല്ലെ. അപ്പൊ ഡിഗ്രി എന്താന്ന് മനസ്സിലായല്ലോ? ദ ഹൈയസ്റ്റ് പവർ ഓഫ് ദ വേരിയബിൾ. ഒരു വേരിയബിളിന്റെ ഹൈയസ്റ്റ് പവറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രി എന്താന്ന് ക്ലിയർ ആയല്ലോ?
ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇക്വേഷൻ. വാട്ട് ഈസ് ആൻ ഇക്വേഷൻ? ഇത് നമ്മൾ ലാസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. സിമ്പിൾ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇക്വേഷൻ എന്താണെന്ന് പഠിച്ചു അല്ലെ. നമുക്കൊന്നും കൂടി ഒന്ന് നോക്കാം. എന്താണ് ഇക്വേഷൻ? യെസ്, ആൻ algebraic expression with equal to sign. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതൊരു ഇക്വേഷൻ ആണ്. നമുക്ക് തന്നിരിക്കുന്ന algebraic എക്സ്പ്രഷനില് നമ്മുടെ ഈക്വൽ ടു സൈൻ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ അത് എന്തായി? ഇക്വേഷൻ ആയി. ആ വാക്കിനകത്ത് തന്നെയുണ്ട് ഇക്വേഷൻ, അതിനകത്ത് തന്നെയുണ്ട് ഈക്വൽ ടു സൈൻ ഉള്ളതിനെ എല്ലാം നമുക്ക് ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, an algebraic expression with ഒരു algebraic expressionല് an algebraic expression with equal to sign ഉണ്ടെങ്കിൽ അത് എന്തായി? അതൊരു ഇക്വേഷൻ ആയി. ഓക്കെ, ഒരു algebraic expressionല് ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതൊരു ഇക്വേഷൻ ആയി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. 3x = 9. ഇതൊരു ഇക്വേഷൻ ആണ് അല്ലെ. ഈ algebraic എക്സ്പ്രഷനിൽ ഒരു ഈക്വൽ ടു സൈൻ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, then 2x + 9 = 5. ദിസ് ഈസ് ആൻ ഇക്വേഷൻ. കാരണം ഇതിനകത്തും ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട് അല്ലെ. ഇക്വേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് തരുന്ന algebraic എക്സ്പ്രഷനില് ഈക്വൽ ടു സിമ്പൽ ഉണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അത് എന്താണ്? ഒരു ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ an algebraic expression with equal to sign is called an equation. എന്താണ് ഇക്വേഷൻ? എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഡിഗ്രി എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു വേരിയബിളിന്റെ ഹയസ്റ്റ് പവർ ആണ് ഡിഗ്രി എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്ത വർഷവും വേണ്ടതാണ് ഡിഗ്രി. പിന്നെ ഇക്വേഷൻ എന്ന് പറഞ്ഞാല് ഒരു algebraic എക്സ്പ്രഷനിൽ ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അത് എന്തായി? ഇക്വേഷൻ ആയി. ഓക്കെ, ക്ലിയർ? ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലീനിയർ ഇക്വേഷൻ. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ്. നമ്മൾ ചാപ്റ്ററിന്റെ സ്റ്റാർട്ട് ചെയ്തു. ലീനിയർ ഇക്വേഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം അല്ലെ. ഈക്വൽ ടു സൈൻ ഉണ്ടെങ്കിൽ അതൊരു ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ലീനിയർ എന്താന്ന് നോക്കാം. an equation in which the degree of the variable is 1. അതായത് ഒരു ഇക്വേഷനില് അതിന്റെ വേരിയബിളിന്റെ ഡിഗ്രി അല്ലെങ്കിൽ വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. an equation in which the degree of the variable is 1 is called linear equation. അതായത് ഒരു ഇക്വേഷൻ ആയിരിക്കണം, അതോടൊപ്പം അതിനകത്തെ വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ എഴുതാം. 3x + 5 = 0. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഇതൊരു ഇക്വേഷൻ ആണ് കാരണം ഇതിനകത്ത് ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട് അല്ലെ. ഇനി അത് ലീനിയർ ആണോ എന്ന് നോക്കാൻ, ഇതിവിടെ വേരിയബിൾ ആരാണ്? എക്സ് ആണ് കിടക്കുന്നത് അല്ലെ. അപ്പം എക്സിന്റെ പവർ, എക്സ് വെറുതെ കിടന്നാൽ അതിന്റെ പവർ എന്ന് പറയുന്നത് 1 ആണ്. നമ്മൾ കുറച്ചു മുന്നേ കണ്ടിരുന്നു അല്ലെ. അപ്പം എക്സ് ആണ് കിടക്കുന്നത്, എക്സിന്റെ പവർ 1 ആണ് അല്ലെ. എക്സിന്റെ ഡിഗ്രി 1 ആണ്. അതുകൊണ്ട് ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ എന്ന് നോക്കിയാൽ 2x² + 9 = 0. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണോ? നോ. ഇവിടെ വേരിയബിളിന്റെ പവർ എത്രയാണ്? 2 ആണ്. 2 വന്നു കഴിഞ്ഞാൽ അതൊരു ലീനിയർ ഇക്വേഷൻ ആകുമോ? ഇല്ല. അപ്പം വേരിയബിളിന്റെ പവർ 1 ആണെങ്കിൽ മാത്രമേ അത് ലീനിയർ ആകത്തുള്ളൂ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ an equation in which the degree of the variable is 1 is called linear equation. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകുകയാണ്. ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അല്ലെ. ലീനിയർ ഇക്വേഷൻ എന്താന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കണം ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ? നിങ്ങൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കിട്ടുമോ നോക്കിയാൽ. എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ? Yes, very good. A linear equation having
ദ വേരിയബിൾ വൺ, അതായത് ഒരു വേരിയബിൾ മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെയുള്ള ലീനിയർ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. എ ലീനിയർ ഇക്വേഷൻ ഹാവിംഗ് എ ലീനിയർ ഇക്വേഷൻ ഹാവിംഗ് a linear equation having only one variable is called linear equation in one variable. അതായത് ഒരു ലീനിയർ ഇക്വേഷനിൽ തന്നെ വേരിയബിൾ ഒന്നേ ഉള്ളെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയാം, 5y + 6 = 0. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്, കാരണം ഇവിടെ ഈക്വൽ ടു സൈൻ ഉണ്ട്, അതുപോലെ ഇവിടെ വേരിയബിളിന്റെ പവർ 1 ആണ് അല്ലെ. ഇവിടെ ഒരു വേരിയബിളെ തന്നിട്ടുള്ളൂ, y എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ലീനിയർ ഇക്വേഷനിൽ വൺ വേരിയബിൾ ആണ്. ദെൻ 6x = 7, ഇത് ലീനിയർ ഇക്വേഷനിൽ വൺ വേരിയബിൾ ആണ്, കാരണം ഇവിടെ ഒരു വേരിയബിളേ ഉള്ളൂ, എക്സ് മാത്രമേ ഉള്ളൂ, എക്സിന്റെ പവർ 1 ആയതുകൊണ്ട് അത് ലീനിയർ ആണ്. അതുപോലെ ഒരു വേരിയബിൾ ഉള്ളത് കൊണ്ട് ഇതൊരു ലീനിയർ ഇക്വേഷനിൽ വൺ വേരിയബിൾ ആണ്. ക്ലിയർ ആയല്ലോ എന്താണെന്നുള്ളത്, ചാപ്റ്റർ എന്താണെന്നുള്ളത്. അപ്പൊ ലീനിയർ ഇക്വേഷൻ എന്താന്ന് കണ്ടു, അതുപോലെ ലീനിയർ ഇക്വേഷനിൽ വൺ വേരിയബിൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഏതൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യം നമ്മൾ എന്താ പഠിച്ചത്? യെസ്, ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താന്ന് കണ്ടു, പിന്നെ ടേംസ് കണ്ടു, ഫാക്ടേഴ്സ് കണ്ടു അല്ലെ, ടേംസ് കണ്ടു, ഫാക്ടേഴ്സ് കണ്ടു. പിന്നെ നമ്മൾ പഠിച്ചു മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ, പോളിനോമിയൽ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. പിന്നെ നമ്മൾ ഡിഗ്രി എന്താന്ന് കണ്ടു. അതോടൊപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഇക്വേഷനിലേക്കാണ് അല്ലെ. ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ ലീനിയർ ഇക്വേഷൻ എന്താന്ന് പറഞ്ഞു, പിന്നെ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളും പഠിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്നത്. ഇതിനകത്ത് പകുതിയും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ശരിക്കും ചാപ്റ്റർ അനുസരിച്ച് പഠിച്ചത് ഈ ലീനിയർ ഇക്വേഷനും ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിളുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, എന്നിട്ട് വേണം നമുക്ക് പ്രോബ്ലം ചെയ്യാൻ. ഇത് നന്നായിട്ട് തറായെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ഓക്കെ, താങ്ക് യു.